Hi friends, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല യമ്മി ആയിട്ടുള്ള ക്രീമി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ആണ്. ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും ഇത് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടാണ്, വിത്തൗട്ട് ബേക്കിംഗ് ആൻഡ് കുക്കിംഗ്. അത്രയും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് ആണ്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് സീ. ഫ്രഷ് ക്രീം, പിന്നെ ചോക്ലേറ്റ് ബാറാണ്, പിന്നെ ഷുഗർ, ബട്ടർ, മേരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ വലിയൊരു പാക്കറ്റ് പൊടിച്ച് വെച്ചതാണ്, പിന്നെ നട്ട്സ്, പീനട്ട് 200 ഗ്രാം ഉണ്ട്, ഈ ചോക്ലേറ്റ് ബാർ ഒരു 150 ഗ്രാം, പിന്നെ 1 പാക്കറ്റ് മേരിഗോൾഡ് ബിസ്ക്കറ്റ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനൊന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. കേക്ക് ഫഡ്ജ് തന്നെയാണ് ഇതിൻ്റെ പേര്, ചോക്കോനട്ട് ഫഡ്ജ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബട്ടറും പിന്നെ ഫ്രഷ് ക്രീമും ഈ ചോക്ലേറ്റ് ബാറും കൂടിയിട്ടൊന്ന് മെൽറ്റ് ചെയ്യിക്കണം. ഓക്കെ, അതിനായിട്ട് പാനൊന്ന് ചൂടാക്കാം. പാന് ഏകദേശം ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 50 ഗ്രാമിൻ്റെ അടുത്ത് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഫ്രഷ് ക്രീം, ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി കൊടുക്കാം, മെൽറ്റായിക്കോട്ടെ. ഇതിലിനി ഇടേണ്ടത് ചോക്ലേറ്റ് ബാർ, മിൽക്കി ചോക്ലേറ്റ് ബാറാണ്. ഇത് ടോട്ടൽ 150 ഗ്രാം ഉണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റീസാണ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചൂടാകുമ്പോൾ മെൽറ്റായി വന്നോളും. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് മിക്സായിട്ട് കിട്ടണം. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി, എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ പീനട്ടും ബിസ്ക്കറ്റും കൂടി മിക്സ് ചെയ്യാനുണ്ട്. ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ പീനട്ട് 200 ഗ്രാം പീനട്ടാണ്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതേപോലെ ബിസ്ക്കറ്റിലും പിന്നെ ഈ പീനട്ടിലും നന്നായിട്ട് ഈ ചോക്ലേറ്റെല്ലാം ആഡ് ആവണം.
ഓക്കെ, ഇതിനി നമുക്കൊരു ഫോയിൽ പേപ്പറിൽ ഇട്ടിട്ടൊന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു റൗണ്ട് ഷേപ്പ് പാത്രത്തിൽ ഞാനിത് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത മിക്സ്ചർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്നിങ്ങനെ ഒരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. റൗണ്ട് ഷേപ്പിൽ ഇത് പ്രസ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് കാരണം നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അടിയിലേക്കും കൂടി ഫില്ലാവും. നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് അടിയിൽ എല്ലാ ഭാഗത്തും ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് ഷേപ്പായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ഒരു 1/2 hour to 1 hour ഫ്രീസ് ചെയ്യാനുണ്ട്. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഇതൊരു 1/2 hour വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കന്നെ ഒന്ന് ഇതെല്ലാം ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഓയിലിൽ പുറത്തേക്ക് എടുക്കാം. അപ്പം ഇതിൻ്റെ മേലേക്ക് അപ്പർ ലെയർ നമുക്ക് ഇവിടെ ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാലൻസ് ചോക്ലേറ്റ് ബാറും പിന്നെ ഫ്രഷ് ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പാന് നമ്മളാദ്യം ചൂടാക്കിയ പാൻ തന്നെ യൂസ് ചെയ്യാം. പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം ഒഴിക്കാം. ചൂടാവട്ടെ. ഈ ഫ്രഷ് ക്രീം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പിന്നെ ചോക്ലേറ്റുമായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ ചോക്ലേറ്റ് ബാർ, ബാലൻസുള്ള ചോക്ലേറ്റ് ബാർ ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂണ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. നല്ല സ്വീറ്റ്നെസ് കുറച്ചും കൂടി ഉണ്ടാവും. ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി മെൽറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലിൽ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട്, ബദാം, പിസ്ത 3 നട്ട്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടും. ഫ്രീസ് ചെയ്യാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ടുള്ള കേക്കാവും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ശരിക്കൊരു പീസായിട്ട് തന്നെ എടുക്കാം, അല്ലെങ്കിലും പീസായിട്ട് എടുക്കാം, പക്ഷേ ക്രീമി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചോയ്സ്. രണ്ടും നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഫ്രീസ് ചെയ്യണമെങ്കിൽ 10 മിനിറ്റ്സ് മാത്രം ഫ്രീസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ ഞാനിത് ഫ്രീസ് ചെയ്യാൻ പോവാണ്. 10 മിനിറ്റ്സ് ഫ്രീസ് ചെയ്തിട്ട് നമുക്കെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രീമി ആൻഡ് ക്രഞ്ചി കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് സിമിലർ ടു സ്നിക്കേഴ്സ് ആണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സോ വി ക്യാൻ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് എപ്പിസോഡ് വിത്ത് ആൻ അമേസിംഗ് ഡിഷ്. താങ്ക് യു.